നമസ്കാരം. ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോപാലകൃഷ്ണൻ തെക്കേപ്പാട്ട്. ഇംഗ്ലീഷ് ഗ്രാമർ പ്രയാസമായി തോന്നുന്നവർക്കും രക്ഷാകർത്താർക്കും, പ്രത്യേകിച്ച് കുട്ടികളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഒന്നും അറിയില്ല, അങ്ങനെയുള്ള രക്ഷാകർത്താക്കളും, ഇംഗ്ലീഷ് അറിയാൻ താല്പര്യമുള്ള, ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ, ഇവർക്കെല്ലാം വേണ്ടിയാണ് മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, വിശദമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ വിശദമായി ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതിപ്പോ ചർച്ചാവേദിയുടെ 14ാമത്തെ എപ്പിസോഡാണ്. നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇത്തവണ മോഡൽ ആക്സിലറിയെ കുറിച്ച് പഠിക്കാം. മോഡൽ ആക്സിലറി വെർബ്സ്. മോഡൽ ഓക്സിലറി വെർബ്സ് എന്താണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു. അതാണ്, അതില് ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഇങ്ങനെയുള്ള 9 മോഡൽസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ചയ്ക്കെടുക്കുന്നത്. അതുകൊണ്ട് തീരുന്നില്ല, എങ്കിലും ഈ 9 എണ്ണമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അതിലാദ്യത്തേത് ക്യാൻ. നമുക്കെല്ലാം അറിയാം, ക്യാൻ എന്നുള്ളത് പൊതുവെ പ്രസന്റ് എബിലിറ്റി, ഇപ്പോഴത്തെ കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴതിന് കഴിവുണ്ട് അല്ലെങ്കിൽ കഴിവില്ല, ഇപ്പോഴത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത് ചെയ്യാൻ പറ്റില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്യാൻ എന്നുള്ള ആ മോഡൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മോഡൽ എന്നും പറയുന്നുണ്ട്, മൊഡേൽ എന്നും പറയും. ബോത്ത് ആർ റൈറ്റ്. രണ്ടും ശരിയാണെന്ന് കേംബ്രിഡ്ജ് അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഗൂഗിൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ വോയിസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അറിയാം, ഇത് രണ്ടും ശരിയാണ്. നമുക്ക് തൽക്കാലം മോഡൽ എന്ന് തന്നെ പറയാം. മോഡൽ, മോഡൽ, മോഡൽ എന്ന് തന്നെയാണ് നമുക്ക് ഉച്ചരിക്കാം. അസർട്ടീവ് സെന്റൻസസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്, അത്തരം സെന്റൻസുകളിൽ ക്യാൻ എന്ന് നമ്മൾ പ്രസന്റ് എബിലിറ്റി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, ഇപ്പോഴത്തെ കഴിവിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അർത്ഥം വരിക എന്ന് നമുക്ക് നോക്കാം. ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്ക് നീന്താൻ കഴിയും. ഹീ ക്യാൻ റൈറ്റ് സ്റ്റോറീസ്, അയാൾക്ക് കഥകൾ എഴുതാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് എഴുതാൻ കഴിയും. അപ്പൊ ഇത്തരം സെന്റൻസുകളിൽ ക്യാൻ എന്നുള്ളത് കഴിവിനെ സൂചിപ്പിക്കുന്നു. ഇതിന്റെ നെഗേഷൻ ആണ് നോട്ട്, കനോട്ട്. ഐ കാനോട്ട് സിംഗ്, എനിക്ക് പാടാൻ അറിയില്ല, പാടാൻ കഴിയില്ല. ഹീ കാനോട്ട് റൈറ്റ് പോയട്രി, അയാൾക്ക് കവിതകൾ എഴുതാൻ അറിയില്ല. അപ്പോൾ ക്യാൻ, കാനോട്ട് ഇവ പ്രസന്റ് എബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. ഇനി രണ്ടാമത്, നല്ല ഒരു സാധ്യതയെ സൂചിപ്പിക്കുമ്പോൾ ക്യാൻ ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ക്യാൻ റെയിൻ ടുഡേ, നല്ല സാധ്യതയാണ്. ഇറ്റ് ക്യാൻ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യാം. മഴ പെയ്യും എന്നല്ല, ഇന്ന് മഴ പെയ്യാം. ഇറ്റ് ക്യാൻ റെയിൻ. ഇറ്റ് കനോട്ട് റെയിൻ, ഇന്ന് മഴ പെയ്യില്ല, മഴ പെയ്യാൻ സാധ്യതയില്ല. പോസിബിലിറ്റി തന്നെയാണ് വരുന്നത്, എങ്കിലും കൂടുതൽ സാധ്യത ഉണ്ടെങ്കിലാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത്. കുറഞ്ഞ സാധ്യതകളും സാധ്യതയില്ലായ്മയും വിദൂര സാധ്യതയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വേറെ ഓക്സിലറിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യാൻ അല്ലെങ്കിൽ കനോട്ട് ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മൂന്നാമത്തത് ഇന്ററോഗേറ്റീവ് സെന്റൻസസിൽ ക്യാൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന അർത്ഥമാറ്റങ്ങളാണ്. പ്രത്യേക രീതിയിൽ ഒരു പെർമിഷൻ ചോദിക്കുമ്പോൾ, പെർമിഷൻ എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള പെർമിഷൻ അല്ല, ഒരു സമയത്ത് നമുക്ക് ആർക്കും അനുവാദമില്ലാത്തൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു മീറ്റിംഗ് നടക്കുകയാണ്, ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ, തീരാറായപ്പോൾ നമുക്ക് പുറത്തു പോകണം. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട കാര്യം,
ക്യാൻ ഐ ഗോ ഔട്ട് നൗ, ക്യാൻ ഐ ഗോ ഔട്ട് നൗ, എനിക്ക് പോകാൻ കഴിയുമോ, എനിക്ക് പോകാമോ എന്നാണ്. എന്ന് പറഞ്ഞാൽ സന്ദർഭം മനസ്സിലാക്കണം. ആ സമയത്ത് ശരിക്കും പോകാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, എനിക്ക് പോകണം, പുറത്ത് അത്യാവശ്യമാണ്. അത്യാവശ്യമായ ഘട്ടങ്ങളിലുള്ള പെർമിഷൻ ചോദിക്കുമ്പോഴാണ് നമ്മൾ ക്യാൻ ഐ ഗോ ഔട്ട് നൗ, എനിക്കിപ്പോഴും പുറത്ത് പോകാൻ പറ്റുമോ. ക്ലിയർ ആണല്ലോ. അല്ലാ സമയത്ത് മേയിൽ നമ്മൾ വേറെ പഠിക്കും, അത് എന്തുകൊണ്ടാണ് മേ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ക്യാൻ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസിൽ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ക്യാൻ ഐ ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പുറത്തു പോകാൻ പാടില്ല, പക്ഷെ എനിക്ക് പുറത്തു പോകേണ്ടതുണ്ട്. ആ സന്ദർഭത്തിൽ മാത്രം പെർമിഷൻ ചോദിക്കുന്നതാണ് ക്യാൻ ഐ ഗോ ഔട്ട്. കോണ്ട് ഐ ഗോ ഔട്ട്, എനിക്ക് പോകാൻ കഴിയില്ലേ, അതും ചോദിക്കും. കാരണം യഥാർത്ഥത്തിൽ കഴിയില്ല, പക്ഷെ അവിടെ പോകണം. അപ്പൊ നിഷേധിക്കപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് പെർമിഷൻ ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് ക്യാൻ എന്ന് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ശരിയായ രീതി, പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരുടെ രീതി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് അവകാശമില്ലാത്ത ഒരു സന്ദർഭത്തിലേക്ക്, അവകാശമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, നമുക്ക് ശരിക്കും അവകാശപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം ചോദിക്കുമ്പോൾ, അതിന്റെ പെർമിഷൻ ചോദിക്കുമ്പോഴും നമ്മൾ ക്യാൻ ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ രണ്ട് കൂടി മിക്സ് ചെയ്യാൻ, ഞാൻ ഒരു മേയുടെ മേ എന്നുള്ളതിന്റെ ഉപയോഗത്തിന്റെ MAY മേ എന്നുള്ള ഓക്സിലറിയുടെ ഉപയോഗത്തിന്റെ കൂടെ മിക്സ് ചെയ്യുകയാണ്. പക്ഷെ നിവർത്തിയില്ല. ക്യാൻ ഐ കമിൻ ടീച്ചർ, ക്യാൻ ഐ കമിൻ ടീച്ചർ. എന്താ നിങ്ങൾ മനസ്സിലാക്കുക? ഒരു കുട്ടി വന്ന് ചോദിക്കുകയാണ് ക്യാൻ ഐ കമിൻ ടീച്ചർ. പൊതുവെ എല്ലാവരും ചോദിക്കുന്നത് എന്താ? മേ ഐ കമിൻ ടീച്ചർ എന്നാണ്. മേ ഐ കമിൻ ടീച്ചർ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ടീച്ചർ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കുട്ടി ലേറ്റായി വന്നിരിക്കുകയാണ്. അപ്പൊ ടീച്ചർ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ കുട്ടി ചോദിക്കുകയാണ് മേ ഐ കമിൻ ടീച്ചർ. നമ്മൾ അല്ലെങ്കിൽ ടീച്ചർ ബോർഡിൽ നിന്നും കൈയെടുക്കാതെ തന്നെ പറയും യെസ് കമിൻ, നോക്കാതെ തന്നെ പറയും യെസ് കമിൻ. കാരണം മേ എന്നുള്ളത് അത് പ്രത്യേകമായിട്ടുള്ള സാഹചര്യമാണ്. പക്ഷെ ഒരു കുട്ടി ക്യാൻ ഐ കമിൻ ടീച്ചർ എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? അത് ആരാണെന്ന് നോക്കും, എന്നിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് പോകും, എന്താ കാര്യം, എന്താ പേര് എന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ശരി വരൂ എന്ന് പറയുന്നത്. എന്താ കാരണം എന്നറിയാമോ? ക്യാൻ ഐ കമിൻ ടീച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കുട്ടി ഈ ക്ലാസ്സിലുള്ളതല്ല, മറ്റൊരു ക്ലാസ്സിലുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ വേറൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ വേറൊരാളാണ്. അയാൾക്ക് ക്ലാസ്സിനകത്തേക്ക് വരാമോ? ഹി ഈസ് ഓൾറെഡി നോട്ട് പെർമിറ്റഡ്, അല്ലെ, പെർമിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ക്ലാസ്സിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? ക്യാൻ എന്ന് തന്നെ ഉപയോഗിക്കണം. അതേസമയത്ത് ആ ക്ലാസ്സിലെ കുട്ടി തന്നെയാണെങ്കിൽ മേ കമിൻ എന്ന് ചോദിച്ചിട്ട് ടീച്ചർ നോക്കാതെ തന്നെ യെസ് കമിൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് പെർമിഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ചോദിക്കുന്ന സമയത്ത് ക്യാൻ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ക്യാൻ ഐ കമിൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അയാൾക്ക് അവകാശപ്പെട്ട ഒരു സ്ഥലത്തേക്ക് അല്ല അയാൾ വരുന്നതെന്നും അതുകൊണ്ട് തന്നെ അയാൾ പെർമിഷൻ ചോദിക്കുകയാണെന്നും മനസ്സിലാക്കണം. ഇത്രയുമാണ് ക്യാൻ എന്നുള്ള ഓക്സിലറി വെർബിന്റെ പ്രയോഗങ്ങൾ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേക സന്ദർഭങ്ങളിൽ ക്യാൻ ഉപയോഗിക്കുമെങ്കിൽ ദയവായി കമന്റിൽ തരിക. ഏതായാലും അവ കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതുകൂടി പരിശോധിക്കാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കുഡ് എന്നുള്ള ക്യാൻ എന്നുള്ള ഓക്സിലറി വെർബിന്റെ പാസ്റ്റ് ഫോമായ കുഡ് എന്നുള്ള ഓക്സിലറി വെർബാണ് നമ്മൾ അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്.